ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇതെൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കോഴിമുട്ട എങ്ങനെ റബ്ബർ മുട്ട ആക്കുമെന്നാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, പച്ച, മഞ്ഞ, കറുപ്പ്, നീല തുടങ്ങിയ ടൈപ്സ് ഓഫ് റബ്ബർ മുട്ടകൾ, കളറുകളുള്ള റബ്ബർ മുട്ടകൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോ കുറേ കൊണ്ടുവരും. അപ്പോൾ നമുക്കിനി ഈ കോഴിമുട്ട നമുക്കിനി പച്ചയും മഞ്ഞയും കറുപ്പും ഒക്കെ ആക്കുന്നത് എങ്ങനെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഇനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ മെയിൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ ടൂൾ. ഇതുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം ഞാൻ പറയാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറെ വട്ടം ഗൈസ് 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 നിന്ന് വിളിക്കുന്നുണ്ട് ഗൈസ്. 1-2 വട്ടമല്ല, ഇഷ്ടംപോലെ വട്ടം ഗൈസ് ഗൈസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ഗൈസ് ഒന്നും വിളിക്കില്ലെങ്കിലും കുറച്ച് ഗൈസേ വിളിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഓരോ ഗൈസിന്റെ വക സപ്പോർട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കോഴിമുട്ടനെ നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ സാധനങ്ങളൊക്കെ കളയണം. ഇനി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്ത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. അടുത്ത മുട്ട എടുത്തു ഗൈസ്. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 2 എണ്ണം പോരാ. പക്ഷെ ഞാൻ ഇവിടെ 2 എണ്ണം എടുക്കുള്ളൂ. ഞാൻ ഇവിടെ 2 കളർ ഉണ്ടാക്കും, 2 കളർ. അപ്പോൾ വീണ്ടും നമുക്ക് മുട്ട ഒഴിക്കാം. നമ്മൾ 2 മുട്ടയുടെ തൊണ്ടെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകണം, ഗൈസ്. അപ്പം നമുക്കിനി ചൂടുവെള്ളത്തിലേക്ക് കഴുകാൻ പോവാം. അപ്പം നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചൂടുവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട 2 ഓയിലിട്ട് നല്ലോണം കഴുകാം. പപ്പടക്കമ്പി, ഇതേപോലത്തെ ഒരു പപ്പടക്കമ്പി യൂസ് ചെയ്താൽ മതി. നമ്മുടെ കോഴിമുട്ട കഴുകി തൊണ്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കാം. വെയിലത്ത് അല്ലെങ്കിൽ ഫാനിൻ്റെ ഹോട്ടലൊക്കെ വെച്ച് നമുക്കിത് ഉണക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഴിമുട്ടയുടെ തൊണ്ട് നമ്മൾ ഉണക്കി ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതിൽ കുറച്ച് പണിയോളുണ്ട്, ഉള്ളൂ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 ബൗളുകളുമാണ് ഗൈസ്. കാരണം ഞാൻ 2 കളർ ടൈപ്സ് ഓഫ് റബ്ബർ മുട്ടയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പിങ്കും മറ്റൊന്ന് ബ്ലൂ ആണ്. അപ്പോൾ ഇതേപോലത്തെ 2 ബൗൾ എടുക്കുക. ആദ്യം തന്നെ ഞാൻ 2 ബൗൾ എടുത്തു. ആദ്യം ഒന്നെടുത്തു, പിന്നെ വേറെ ഒന്നെടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം നമുക്ക് 2 ബൗൾക്ക് ഒഴിക്കുക ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര എടുത്തു. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ 2 ബൗൾക്ക് നമ്മൾ 2 പഞ്ചസാര നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 ബൗൾക്ക് എടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതുപോലെ മിക്സ് ആക്കുക. വേണ്ട എന്താ വെച്ചാൽ ജലാറ്റിൻ പറഞ്ഞൊരു സംഭവമാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും. ഈ സാധനം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ നമുക്ക് ജലാറ്റിൻ എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ആക്കാം. 2 എണ്ണവും നല്ല തിളച്ച വെള്ളമാണ് ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന റബ്ബർ മുട്ട എന്ന് പറഞ്ഞാൽ
നീലയും അതുപോലെ റോസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് റോസ് ഫുഡ് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 തുള്ളി 3 തുള്ളിയൊക്കെ മതി. അയ്യോ കൂടിയോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നീല കളറാണ് വേണ്ടത്. അപ്പോൾ നീല ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുഡ് കളർ എടുക്കാം. അപ്പോൾ നമ്മൾ നീല എടുത്തു. ഇനി നമുക്ക് നീല ഫുഡ് കളർ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. സോറി. ഇപ്പോൾ നമ്മൾ നീല നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വേഗം ഫാസ്റ്റ് ആക്കാം. നമുക്ക് വേഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും നല്ല മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ 2 കളർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. 2 കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൊണ്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കപ്പോൾ ഈ തൊണ്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തൊണ്ട് നമുക്ക് നീലയിലും കൊടുത്ത് നമുക്ക് ഫുള്ളാക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതുപോലെ പിങ്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. പിങ്ക് കളർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ എവിടെ ഇതുപോലെ നമുക്കിനി നമ്മുടെ പിങ്കും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ പിങ്ക് കളറ് ജലാറ്റിന് കൊണ്ടുള്ള റബ്ബർ മുട്ട ഉണ്ടാക്കാൻ ഈ പിങ്ക് കളർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 എണ്ണത്തിലും നിറച്ചു ഗൈസ്. 2 എണ്ണം നിറച്ച് ഫില്ലാക്കിയിട്ട് നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒരു ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നീല റബ്ബർ മുട്ടയും അതുപോലെ നമ്മുടെ പിങ്ക് റബ്ബർ മുട്ടയും. ഈ 2 റബ്ബർ മുട്ട നമുക്ക് ഇനി കാണാം ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ഗൈസ്. നമ്മുടെ 2 സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താവും നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്ന്. റബ്ബർ മുട്ട 2 എണ്ണം റെഡി ആവുമോ നോക്കാം. ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവസ്ഥ എന്താണെന്ന് കാണാം. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ കോഴിമുട്ട റബ്ബർ മുട്ട ആക്കി ഗൈസ്. എന്താ കണ്ടോ നമ്മുടെ കോഴിമുട്ട. ഇനി ഇത് തൊലി കളയാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഴിമുട്ട ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രണ്ട്സ്. ഒരു ദിവസം ശരിക്കും ആവശ്യമില്ല, നമുക്ക് 1 മണിക്കൂർ വെക്കാനുള്ളൂ. പക്ഷേ ഞാനൊരു ദിവസം വെച്ചു. നമ്മുടെ കോഴിമുട്ട നമുക്ക് റബ്ബർ മുട്ട ആയോ എന്ന് നോക്കാം. ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ആ കോഴിമുട്ട. ഇതിന് നമുക്ക് തൊലിച്ചത് ആക്കണം. കണ്ടോ റബ്ബർ ആയിക്കണം. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഞാൻ കാണിച്ചു തരാം ഇനി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഴിമുട്ടകൾ റബ്ബർ മുട്ട ടൈപ്സ് ഓഫ് റബ്ബർ മുട്ടകൾ ശരിയായി. ഇനി നമുക്കിത് നമുക്ക് കളയാം ഗൈസ്. തൊണ്ട് കളഞ്ഞ് നമുക്കിത് റബ്ബർ മുട്ട നമ്മുടെ ടൈപ്സ് ഓഫ് റബ്ബർ മുട്ട ആവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തൊണ്ട് കളയാം ഓരോന്നിച്ച്. നമ്മുടെ ഇത് നോക്ക് ഗൈസ്. നമ്മുടെ റബ്ബർ മുട്ട ടൈപ്സ് ഓഫ് റബ്ബർ മുട്ട ഇത് നമ്മുടെ ചുവപ്പ് റബ്ബർ മുട്ട. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഉണ്ടോ അളക് നോക്ക് ഗൈസ്. ഇനി നമുക്ക് അടുത്ത റബ്ബർ മുട്ട പൊട്ടിക്കാം ഗൈസ്. ഇതാ നമ്മൾ 2 റബ്ബർ മുട്ട റെഡിയായി. കണ്ടോ നമ്മൾ ടൈപ്സ് ഓഫ് 2 റബ്ബർ മുട്ട. ഒന്ന് നീലയും മറ്റേത് പിങ്കും. അപ്പോൾ നമുക്കിനി കാണിച്ചു തരാം. ഞാൻ ഇനി കാണിച്ചു തരാം ഇനി. ഇതാ ഗൈസ് നമ്മുടെ ടൈപ്സ് ഓഫ് റബ്ബർ മുട്ടകൾ. കണ്ടോ റബ്ബർ ഇതാണ് നമ്മുടെ നീല കളറും അതുപോലെ പിങ്ക് കളറും. കണ്ടോ 2 ടൈപ്സ് ഓഫ് റബ്ബർ മുട്ടകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.